രണ്ടാം സെമിസ്റ്ററിലെ ആദ്യത്തെ ഫീൽഡ് ട്രിപ്പിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സയൻസിൻ്റെയും വർക്ക് എക്സ്പീരിയൻസിൻ്റെയും ഭാഗമായിട്ടാണ് ഫീൽഡ് ട്രിപ്പ്. 15/1/2025 നമ്മൾ ഇങ്ങനെ ട്രിപ്പ് പോകാനൊക്കെ തീരുമാനിച്ചത്. അതിനായിട്ട് ഓരോ കുട്ടിയുടെ കയ്യിൽ നിന്നും 600 രൂപയാണ് നമ്മൾ പിരിച്ചെടുത്തത്. 18/1/2025 മറ്റുള്ള അധ്യാപകരുടെ സാന്നിധ്യത്തിൽ നമുക്കൊരു നിർദ്ദേശങ്ങളൊക്കെ നൽകി, കുറച്ച് കാര്യങ്ങളൊക്കെ. കോഴിക്കോട് പ്ലാനറ്റോറിയം, സോപ്പ് ഫാക്ടറി, ബീച്ച് എന്നിവയാണ് നമ്മൾ യാത്രക്കായി തിരഞ്ഞെടുത്ത ഡെസ്റ്റിനേഷൻസ്. ഇതിനായിട്ട് നമ്മൾ 2 ക്ലാസ്സിൽ നിന്നും ഓരോ കൺവീനർമാരെ സെലക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി, മെഡിക്കൽ കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി എന്നിങ്ങനെ വിവിധ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. 24-ാം തീയതി 7:30 നമ്മൾ യാത്ര പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. സ്റ്റുഡൻസ് കൺവീനേഴ്സായിട്ട് തസ്നീം ബീഗം, ഷഹനാസ് ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. ഫുഡ് കമ്മിറ്റി ഫഹദ്, തബ്ഷീർ, ഹന ഹാരിസ്, റിയ ഷെറിൻ, റിസാന, ഫഹീം, അശ്വന്ത്, ഫാത്തിമ തറയിൽ, ഷഹലാമുൽ, ജസ്ന ജവാദ. അതുപോലെ ഡിസിപ്ലിൻ കമ്മിറ്റി ആദിത്യ, ഹൃദ്യ, സുമയ്യ, ഹസ്ന. ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റി നുവൈർ, മാജിദ മൈമൂന, ദീപിക, ഷമീമ മോൾ. ഡോക്യുമെൻറ്റേഷൻ ഫർസാന, മുഹസിന ജബിൻ. ഇതായിരുന്നു നമ്മളുടെ പോസ്റ്റർ. പോയി വരാ എന്നായിരുന്നു നമ്മളുടെ യാത്രേൻ്റെ പേര്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ സ്ഥലമായിട്ടുള്ള റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിലെത്തി. 9:50 നമ്മൾ അവിടെ എത്തിയത്. വളരെയധികം കൗതുകം തോന്നിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് അവിടെ 3D ഷോ, അതുപോലെ തന്നെ പ്ലാനറ്റോറിയം ഷോ, അങ്ങനെ 2 ഷോകളാണ് ഉണ്ടായിരുന്നത്. 11 മണിയുടെ 3D ഷോയും 11:30 നക്ഷത്ര ബംഗ്ലാവിൻ്റെ ആ ഷോയാണ് നമുക്കുണ്ടായിരുന്നത്. അതിനു മുമ്പ് നമ്മൾ സയൻസ് ലാബ് മുഴുവൻ അവിടെ ചുറ്റിക്കണ്ടു. ഫൈൻ സയൻസ്, മിറർ മാജിക്, ഹാൾ ഓഫ് ഓഷൻ എന്നിങ്ങനെ 3 സയൻസ് ലാബിനെ കാറ്റഗറി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഞെട്ടിക്കുന്ന കുറേ കാഴ്ചകളും അതുപോലെ തന്നെ കണ്ണാടി കൊണ്ടുള്ള നിരവധി മാജിക്കുകളും സമുദ്രത്തിലെ കാഴ്ചകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ 3D ഷോ 11 മണിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ 11 മണിക്ക് 3D ഷോ കാണാൻ കയറി. ആംസ്ട്രോങ്, ആൽഡറിൻ, കോളിൻ എന്നിവരുടെ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങുന്ന ദൃശ്യമാണ് നമുക്ക് 3D ഷോയിലൂടെ കാണാൻ സാധിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോ തന്നെയായിരുന്നു. 11:30 നമ്മളുടെ ഷോ അവസാനിച്ചു. ശേഷം അടുത്ത ഷോ നക്ഷത്ര ബംഗ്ലാവിലെ ആ ഒരു ഷോ നമ്മൾ 11:30 ഷോ. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പ്രപഞ്ചത്തെയും വിശദമായ വിവരണത്തോടെ ഹ്രസ്വചിത്ര പ്രദർശനങ്ങൾ അവിടെ നടന്നിരുന്നു. ഇവിടുത്തെ മുഖ്യ ആകർഷണം എനിക്ക് തോന്നിയത് നക്ഷത്ര ബംഗ്ലാവ് തന്നെയായിരുന്നു. 11:50 ഷോ അവസാനിച്ചു. ഇവിടെ നിന്നായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചത്തെ ലഞ്ച് നമ്മൾ നക്ഷത്ര ബംഗ്ലാവിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം നമ്മൾ കേരള സോപ്സിൻ്റെ ഫാക്ടറിയിലേക്ക് പോയി. 2:45 കൂടി സോപ്പ് നിർമ്മാണ കേന്ദ്രത്തിലെത്തി. 3 മണിക്ക് കേരള സോപ്സിലെ ഉൽപ്പന്നത്തെക്കുറിച്ചും അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചും ഇൻസ്ട്രക്ടർ വിവരണം നൽകി. സോപ്പ് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് അതൊക്കെ കണ്ട് ഇറങ്ങിയതിന് ശേഷം കേരള സോപ്സിൻ്റെ ഭാഗമാവാനൊക്കെ നമ്മളോട് അവർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് സഫ്വാനും ദീപികയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കുറേ പേര് അവിടുന്ന് കേരള സോപ്സിൻ്റെ ഉൽപ്പന്നം വാങ്ങിച്ചു. 4:15 നമ്മൾ അവിടുന്ന് തിരിച്ചു. പിന്നെ നമ്മുടെ അടുത്ത 3ാമത്തെ ഡെസ്റ്റിനേഷനായ ബീച്ചിലേക്കാണ് യാത്ര പോയത്. എല്ലാവരും ഒരുപോലെ എൻജോയ്മെൻറ്റ് ചെയ്തത് നമ്മുടെ ബീച്ചിൽ തന്നെ ആയിരുന്നു. കുറേ സാധനങ്ങൾ വാങ്ങിയും കഴിച്ചുമൊക്കെ ആയിരുന്നു എല്ലാവരുടെയും നീക്കങ്ങൾ. അങ്ങനെ നമ്മളെല്ലാവരും വളരെയധികം കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് അവിടെ അടിച്ചു പൊളിച്ചു. അങ്ങനെ നമ്മൾ 7 മണിയായപ്പം ബീച്ചിൽ നിന്ന് നമ്മൾ മടങ്ങി. അങ്ങനെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ വീട്ടിലേക്ക് അവിടെ എത്തുന്ന സമയമൊക്കെ പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ പ്രസൻറ്റേഷൻ. ഈ ട്രിപ്പിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങളുടെ ഈ ഒരു PPTയിലെ ഗ്രൂപ്പ് മെമ്പേഴ്സാണ് അനുപമ, ഫാരിസ, ഫാത്തിമ തറയിൽ, ഫാത്തിമ ജയ്ശ്രീതി, മുസിന ജെവിൻ, റുക്സാന, ഷിംന, തസ്നീം ബീഗം. ഓക്കെ, താങ്ക് യു.